നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുൻപിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ്. സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾക്കും തീരുമാനങ്ങൾക്കും മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ. വികസനമെന്നും പറഞ്ഞ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിട്ട് വാരാൻ മാത്രം ശ്രമിക്കുന്നവരായി ഇപ്പോഴത്തെ ഇടത് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യാൻ തയ്യാറായ അർഹതപ്പെട്ട ഒരു പറ്റം CPO ഉദ്യോഗാർത്ഥികളെ ജോലി നൽകാതെ സർക്കാർ കൈവിട്ടതും അതിന്റെ പേരിൽ ആ ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞതും പ്രതീകാത്മക ശവങ്ങളായി കിടന്നതുമെല്ലാം നാം കണ്ടു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടികൾ. പോലീസ് സംരക്ഷണത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും പ്രതിഷേധവും അപേക്ഷകർ എത്താതിരുന്നതും കൊണ്ട് ഇന്നും ടെസ്റ്റ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ സംയുക്ത സമരസമിതി ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ചു. സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തണമെന്നതായിരുന്നു മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. എന്നാൽ പലയിടത്തും അപേക്ഷകർ എത്തിയില്ല. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങേണ്ടി വന്നു. തൃശൂർ, തിരുവനന്തപുരം അടക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് സംയുക്ത സമിതിയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും അനിശ്ചിതത്വത്തിലാണ്. ഗ്രൗണ്ടിന് മുന്നിൽ പ്രതിഷേധ സമരക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു. തൃശൂർ അത്താണിയിൽ സമരസമിതി പ്രവർത്തകർ കുഴിമാടം തീർത്താണ് പ്രതിഷേധിക്കുന്നത്. ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടിൽ കുഴിയുണ്ടാക്കി അതിലിറങ്ങിക്കിടന്നായിരുന്നു പ്രതിഷേധം. എറണാകുളത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. അപേക്ഷകർ ആരും എത്താതിരുന്നതോടെ ഉദ്യോഗസ്ഥർ അവിടെയും മടങ്ങേണ്ടി വന്നു. തിരുവനന്തപുരത്ത് സ്ലോട്ട് ലഭിച്ച 21 അപേക്ഷകരിൽ ആരും എത്തിയിരുന്നില്ല. റോഡ് ടെസ്റ്റിനായി മാത്രം ചിലർ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് 6ാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുകയാണ്. സ്ലോട്ട് നൽകിയെങ്കിലും ആരും സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തിയിട്ടുമില്ല. താമരശ്ശേരിയിൽ സമരക്കാർ കഞ്ഞിവെച്ചാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറും ഭാര്യയും ഇന്തോനേഷ്യയിൽ വിനോദയാത്ര തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം 5ാം തീയതി ഇന്ത്യയിൽ നിന്ന് തിരിച്ച മന്ത്രിയും ഭാര്യയും 14ാം തീയതി തിരിച്ചെത്തുമെന്നതാണ് റിപ്പോർട്ട്. നാട്ടിലെ ചൂട് കാലാവസ്ഥ സഹിക്കാനാകാത്തതിനൊപ്പം തന്നെയാണ് മന്ത്രിമാർ ഇത്തരത്തിൽ വിദേശയാത്രയുമായി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇവരെ കൂടാതെ കൂടുതൽ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെന്നാണ് സൂചനകൾ. എന്തായാലും ഇതെല്ലാം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണെന്നുള്ള ആക്ഷേപം ശക്തമാകുകയാണ്. കാരണം നിയമം പുതുക്കാൻ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരാതെ സർക്കാർ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു എന്നതാണ് ആരോപണം. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ മന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരികെ എത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ തിരികെ എത്തിക്കഴിഞ്ഞാലും ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം.